പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ടവരെ, മരണവാർത്തയാണ്. നമ്മൾ ഈ ചാനലിൽ കൂടി മരണവാർത്തയാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഓരോ മരണവാർത്തയും എത്രയും പെട്ടെന്ന് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില മരണവാർത്തകൾ നമ്മൾ തന്നെ സ്റ്റക്കായി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാൻ ലേറ്റാകുന്നത്. ഇതുപോലെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. ഇന്ന് പലതരത്തിലാണ് ആളുകൾ മരണപ്പെട്ടു പോകുന്നത്. നടക്കുന്ന നടപ്പിലും കിടക്കുന്ന കിടപ്പിലും ആടുന്ന ആട്ടത്തിലും ഓടുന്ന ഓട്ടത്തിലും ആളുകൾ അറിയാതെ മരണപ്പെട്ടു പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി എന്നും തയ്യാറെടുക്കണമെന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന മരണമാണ് നമ്മൾ ഭയക്കേണ്ടത്. ആ ഒരു സമയത്ത് പടച്ച റബ്ബ് നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിർത്തി തട്ടെ. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും ആ ഒരു ലക്ഷ്യം വെച്ചായിരിക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്തെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളൂ. അത് പരമാവധി നമ്മൾ ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഡെയിലി നമ്മുടെ വാട്സപ്പിൽ വരുന്നത് അപകട മരണം തന്നെയാണ്. വാഹനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു, അതിനനുസരിച്ച് അപകടങ്ങളും കൂടുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു ജീവനും ഒരു കുടുംബത്തിൻ്റെ ജീവിതവുമാണ് ഇല്ലാതാകുന്നത്. മരണം എന്നുള്ളത് പടച്ചറബിൻ്റെ കലാകാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അശ്രദ്ധ തിടക്കം, അതുമൂലമുണ്ടാകുന്ന മരണം ഒരു കുടുംബത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഇന്ന് ഏറെ വേദനയോടെ എനിക്ക് അറിയിക്കാനുള്ളത് നൗഫിയ എന്ന ഈ 33-കാരിയുടെ മരണമാണ്. അതും അപകട മരണം. സന്തോഷത്തോടെ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പാവമായ യുവതി അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നെ അവിടെ ആ റോഡിൽ മരണം കാത്തു നിൽക്കുന്നുണ്ട് എന്ന്. മരണം അങ്ങനെയാണ്. ചില മരണങ്ങൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചേക്കാം. ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും നമ്മളെ വിട്ട് വിട പറഞ്ഞു പോവുക. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. മരണത്തിൻ്റെ കാരണങ്ങളാണ് മാറുന്നുള്ളൂ. ഓരോ മരണത്തിനും ഓരോ കാരണങ്ങൾ പടച്ചറബ് ഉണ്ടാക്കിത്തരും നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ. നൗഫിയ മരണപ്പെട്ടിരിക്കുന്നത് ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ സ്കൂട്ടറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ടിപ്പർ ലോറി ഇടിച്ചാണ് മരണ കാരണമുണ്ടാകുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു ഈ അപകടം നടക്കുന്നത്. കൊടക്കലിലാണ് സംഭവം. നൗഫിയുടെ കരുമ്പിലെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീടായ പുകയൂരിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം നടക്കുന്നത്. കൊടക്കലിൽ വെച്ച് ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ ടിപ്പർ ലോറിക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഭർത്താവ് സഹീർ അലിയെ ഉടനെ തന്നെ ആശുപത്രിയിലെത്തിച്ചു. നൗഫിയാണെങ്കിൽ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പുകയൂർ ഓളങ്കര സ്വദേശി പരേതനായ കോളത്തുമാട്ടി മുഹമ്മദ് ആജിയുടെ മകൾ നൗഫിയയാണ് അതിദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത്. 31 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സ്കൂട്ടർ ഓടിച്ചിരുന്ന ഭർത്താവ് ഉള്ളാട്ടിൽ സഹീർ അലി 41 വയസ്സ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെല്ലാവരും ഈ യുവതിക്ക് വേണ്ടി ദുആ ചെയ്യണം. ചികിത്സയിലായിരിക്കുന്ന ഇവരുടെ ഭർത്താവിന് എത്രയും പെട്ടെന്ന് പടച്ചറബ് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ, അവിടുന്ന് സലാമത്താക്കി കൊടുക്കട്ടെ. പടച്ചറബ്ബെ അർഹമുറാഹിമായ റബ്ബെ, നൗഫിയ എന്ന ഈ സഹോദരി പടച്ചറബ്ബെ നിന്നിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ, നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ, മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബെ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ. കുറച്ച് റബ്ബെ, ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബെ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബെ. കുറച്ച് റബ്ബെ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. കുറച്ച് റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ, ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ മരണപ്പെട്ട നൗഫിയ എന്ന ഈ സഹോദരിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ അപകടത്തിലും അല്ലാതെയും മരണപ്പെട്ടിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.